നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. RSSുമായി CPM പലതവണ കൈകോർത്തിട്ടുണ്ടെന്നും അതിലിപ്പോൾ ഖേദമില്ലെന്നുമുള്ള സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ വെളിപ്പെടുത്തൽ ഇപ്പോൾ കത്തുകയാണ്. എന്തിനാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ തലേന്ന് ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ MV ഗോവിന്ദൻ നടത്തിയത്? CPM സ്ഥാനാർത്ഥി M സ്വരാജ് പരാജയപ്പെടണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതോ അങ്ങനെ MV ഗോവിന്ദൻ ഇത്തരത്തിൽ പറയാൻ കാരണം അദ്ദേഹത്തിന് മേൽ മറ്റു വിധത്തിൽ സമ്മർദ്ദമുണ്ടായതാണോ? ഏതായാലും ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. M സ്വരാജ് നിലമ്പൂരിൽ നിന്നും വിജയിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു ശക്തി CPMൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ശക്തിയുടെ നേതൃത്വം ആർക്കാണ്? ചിലർ പറയുന്നു മുഹമ്മദ് റിയാസാണ്, പിണറായി വിജയനാണ് എന്ന്. ചിലർ പറയുന്നു അത് MV ഗോവിന്ദൻ നേരിട്ട് നൽകിയ കൊട്ടേഷനാണെന്ന്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, P ജയരാജൻ, KK ശൈലജ എന്നിവരുടെ പട്ടികയിലേക്ക് M സ്വരാജും ഉയർത്തപ്പെടുകയാണ്. സ്വരാജിനെ നിലമ്പൂരിൽ നിർത്തി തോൽപ്പിക്കാനുള്ള ഒരു പദ്ധതി CPMൻ്റെ അകത്തളങ്ങളിൽ ഇതൾ വിരിഞ്ഞിരുന്നു. ആ പദ്ധതിയുടെ ഭാഗമാണത്രേ MV ഗോവിന്ദൻ്റെ പ്രസ്താവന. അല്ലെങ്കിൽ ഈ സമയത്ത് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തേണ്ട യാതൊരു കാര്യമില്ലെന്നാണ് പല CPM നേതാക്കളും കരുതുന്നത്. MV ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയൻ്റെ അറിവോടും പിണറായി വിജയൻ്റെ താല്പര്യപ്രകാരവുമായിരിക്കും. പിണറായി വിജയൻ്റെ അറിവും താല്പര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അറിവും താല്പര്യവും എന്നർത്ഥം. ഇവർ രണ്ടുപേരും അറിഞ്ഞുകൊണ്ടാണ് MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രസ്താവന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം നടത്തിയത്. M സ്വരാജിനെ അവിടെ നിർത്തി തോൽപ്പിക്കണമെന്ന് CPMലെ പ്രബലരായ ചിലർ ആഗ്രഹിച്ചു. അതിൻ്റെ ഫലമായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വമെന്നാണ് ഇപ്പോൾ ചില CPM നേതാക്കൾ പറയുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ M സ്വരാജ് പരാജയപ്പെട്ടാൽ മാത്രമേ ചില അജണ്ടകൾ 2026 പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. 2026 പ്രബലരായ യുവനേതാക്കളാരും നിയമസഭയിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മുഹമ്മദ് റിയാസ് ആഗ്രഹിക്കുന്നതായി ചില CPM നേതാക്കൾ പറയുന്നുണ്ട്. കാരണം പ്രബലരായ യുവനേതാക്കൾ അതുപോലെ നിയമസഭയിൽ എത്തിക്കഴിഞ്ഞാൽ അത് റിയാസിൻ്റെ ശോഭയ്ക്ക് മങ്ങലേൽപ്പിക്കുമെന്നാണ് പിണറായി കുടുംബം കരുതുന്നതെന്നും അതുകൊണ്ട് പ്രമുഖ നേതാക്കളെ ആരും, അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും CPMൻ്റെ പ്രമുഖ യുവ നേതാക്കളെ ആരും 2026 ശേഷം നിയമസഭയിലേക്ക് കൊണ്ടുവരണ്ട എന്നും പ്രഗത്ഭരായ യുവ നേതാക്കളെ ഒന്നും നിയമസഭയിലേക്ക് എത്തിക്കേണ്ട എന്നും അതിന് പകരം പഴയ ചില പടക്കുതിരകളെ മാത്രം കൊണ്ടുവന്നാൽ മതിയെന്നും CPM ഒരു തീരുമാനമെടുത്തു എന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും M സ്വരാജിനെ പരാജയപ്പെടുത്താനുള്ള ഒരു നീക്കം CPMനുള്ളിൽ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെയും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെയും അനുഗ്രഹാശിസുകളോടെയാണ് ആ നീക്കം നടക്കുന്നതെന്നും ചില CPM നേതാക്കൾ പറയുന്നു. M സ്വരാജിനെ പതിയെ പാർട്ടിയിൽ നിന്നും ഒഴിവാക്കി പുതിയ അധികാര കേന്ദ്രങ്ങൾ പാർട്ടിയിൽ രൂപപ്പെടുത്തിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ M സ്വരാജിനെ പോലുള്ള ഒരു ചടുലനായ നേതാവ് പാർട്ടിയിൽ ഉണ്ടായാൽ അത്തരം അധികാര കേന്ദ്രങ്ങൾ രൂപപ്പെടുന്നതിനെതിരെ ഒരു ശക്തിയായി മതിലായി M സ്വരാജ് നിലകൊള്ളുമെന്നും അത് തങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുമാണ് പാർട്ടിയിലെ ചില നേതാക്കൾ കണ്ടെത്തിയത്. അതുകൊണ്ടാണ് M സ്വരാജ് ഒരു കാരണവശാലും നിയമസഭയിൽ എത്തരുതെന്ന് CPMലെ ചില നേതാക്കൾ ആഗ്രഹിക്കുന്നത്. ആ നേതാക്കളിൽ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരുണ്ടെന്നാണ് CPM നേതാക്കൾ രഹസ്യമായി നൽകുന്ന സൂചന. ഏതായാലും ഈ അവസരത്തിൽ സ്വരാജിനെ തോൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് RSS ബന്ധം ഗോവിന്ദൻ പൊടിതട്ടിയെടുത്തതെന്ന് കൃത്യമായി വിശദീകരിക്കുന്നവരും കൃത്യമായി വിശകലനം ചെയ്യുന്നവരുമുണ്ട്. ഏതായാലും M സ്വരാജ് തോറ്റുകഴിഞ്ഞാൽ പിന്നെ അവിടെ ജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമല്ലോ. ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിൽ എത്തിക്കോട്ടെ, എന്നാലും അവിടുന്ന് ഒരു CPM പ്രത്യേകിച്ച് M സ്വരാജ് വിജയിക്കേണ്ട എന്ന് പാർട്ടി നേതൃത്വം ചിന്തിച്ചു കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. മുഹമ്മദ് റിയാസിന് ഭീഷണിയായതിനു ശേഷം അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിന് ഭീഷണിയായി ആണ് എന്ന് സ്വരാജിനെ കണ്ടതിന് ശേഷം മുഹമ്മദ് റിയാസിനെതിരെ വയ്ക്കാൻ പറ്റിയ, മുഹമ്മദ് റിയാസിന് പകരം വയ്ക്കാൻ പറ്റിയ ഒരു നേതാവാണ് M സ്വരാജ് എന്നുള്ളൊരു ധാരണ CPMലും CPM അണികളിലും ശക്തമായതോടെ സ്വരാജിൻ്റെ ചീട്ട് വെട്ടി പേര് വെട്ടി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഒരു വല്ലാത്ത ചെയ്ത്തായിപ്പോയി MV ഗോവിന്ദൻ നിലമ്പൂരിൽ സ്വരാജിനെതിരെ ചെയ്തെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല.